കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി സി കെ വിജയൻ ചേരുന്നു. സി കെ വിജയൻ, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ എങ്ങനെയാണ് സമര അനുകൂലികൾ പിന്തിരിയാൻ തയ്യാറാണോ? വാഹനങ്ങൾ അവിടെയും തടഞ്ഞിട്ടിരിക്കുകയാണോ? കണ്ണൂരിൽ ഹർത്താൽ മറ്റു ജില്ലകളിലെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തമാണ് എന്ന് പറയാം. കാരണം നിതിൻ രാജിൻ്റെ മരണം സംഭവിച്ച ഒരു ജില്ല എന്ന നിലയിൽ ഉൾപ്പെടെ അതിന് കുറച്ചുകൂടി ഗൗരവമുണ്ട്, കുറച്ചുകൂടി അധികം വൈകാരികമായ പ്രതികരണങ്ങളുണ്ട്. കാരണം ഇന്നിപ്പോൾ രാവിലെ നമുക്ക് പഴയങ്ങാടിയിൽ നിന്നും അതേപോലെ കണ്ണൂർ കാൽടെക്സിൽ നിന്നും അടക്കം ഇതിന് ചെറിയ ചേലേരി പോലുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ അടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഇരുട്ടിന്ന് വരുന്നത് ഇരുട്ടിന്ന് ഒന്നുമില്ലല്ലോ. ഇങ്ങനെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ബസ്സിൽ ആൾക്കാർ കുറവാണ്, ഇതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ബസ്സിൽ ആൾക്കാർ കുറവുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പം കണ്ണൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണ്. ഇത്രയും കൂടുതൽ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. ഇവിടെയും ആൾക്കാർ കുറവാണ്. ഈ ഇരിട്ടി മേഖലകളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെയും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആൾക്കാർ വളരെ കുറവാണ്. ഹർത്താൽ കാരണം തന്നെ ആൾക്കാർ ഈ ഹർത്താലിനോട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിൽ തടയില്ല എന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും പ്രത്യേകിച്ചും ചില പോക്കറ്റുകളിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ തടയുന്നുണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ കാൽടെക്സിൽ രാവിലെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് സമയത്തോളം ദേശീയപാത ഉപരോധിച്ചു. പയ്യന്നൂരിലും അതോടൊപ്പം തന്നെ പെരുമ്പയിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുന്ന കണ്ണൂരിൽ നിന്നും വിവിധ ഇടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. രാവിലെ ബസ്സുകളൊക്കെ തടഞ്ഞു. പ്രത്യേകിച്ചും KSRTC ബസ്സുകളാണ് തടഞ്ഞത്. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി. മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി.